ലിയോ സിംഹ അസ്ട്രോവേദിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായും പറയുന്ന വിഷയം എന്ന് വെച്ചാൽ ഒരു ഭവനത്തിലെ നിലവിളക്കിൽ എത്ര തിരികൾ വരെ ആകാം എന്നുള്ളതാണ്. ഒരു ഭവനത്തിലെ ഒരു നിലവിളക്കിൽ ഏകദേശം 2 തിരിശിലകൾ മാത്രമേ ഇട്ട് വിളക്ക് കത്തിക്കാവൂ. അതായത് 2 തിരിശിലകൾ മാത്രമേ ഇടാൻ പാടുള്ളൂ. 2-ൽ കുറയാനോ 2-ൽ കൂടാനോ പാടില്ല. ഒറ്റ തിരിനാളമിട്ട് ഒരു കാരണവശാലും ഒരു നിലവിളക്കും കത്തിക്കരുത്. തിരിശില ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വശങ്ങളുണ്ട്, ദിശകളുണ്ട്. ഒന്ന് പടിഞ്ഞാറ് ദിശയിലേക്കും മറ്റൊന്ന് കിഴക്ക് ദിശയിലേക്കും ദർശനം കിട്ടുന്ന രീതിയിൽ വേണം തിരിശിലകൾ ക്രമീകരിക്കാൻ. പ്രധാനമായും പടിഞ്ഞാറ് ദിശയിലേക്കും കിഴക്ക് ദിശയിലേക്കും ദർശനം ലഭിക്കുന്ന രീതിയിൽ വേണം ഒരു തിരിശിലകളുടെ ക്രമീകരണം എന്ന് പറയുന്നത്. ഈ തിരിശിലകളിലേക്ക് ആദ്യം ദീപം പകരേണ്ടത് പടിഞ്ഞാറ് ദിശയിലുള്ള തിരിശിലയിലാവണം. ഈ തിരിശിലകളിലേക്ക് ആദ്യം ദീപം പകരേണ്ടത് പടിഞ്ഞാറ് ദിശയിലുള്ള തിരിശിലയിലാവണം. അതിനുശേഷം മാത്രമേ കിഴക്ക് ദിശയിലേക്കുള്ള തിരിശിലയിലേക്ക് ദീപം പകരാൻ പാടുള്ളൂ. ആദ്യം പകരേണ്ടത് പടിഞ്ഞാറ് ദിശയിലുള്ള തിരിശിലയിൽ വേണം ദീപം തെളിയിക്കാൻ. അതിനുശേഷം മാത്രമേ കിഴക്കോട്ട് ദർശനമുള്ള തിരിശിലയിൽ ദീപം തെളിയിക്കാൻ പാടുള്ളൂ. നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ അല്ലെങ്കിൽ നിലവിളക്ക് ഒരുക്കുന്ന സമയത്ത് നമ്മളൊരു മൂലമന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ആ ഒരു നിലവിളക്കും ആ ഒരു പൂജാമുറിയും ഒരുക്കാൻ വേണ്ടി. സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യം ത്രയംബകേ ഗൗരി നാരായണം നമസ്തുതേ. ഈ ഒരു മൂലമന്ത്രം ചൊല്ലി വേണം നമ്മൾ പൂജാമുറിയോ അല്ലെങ്കിൽ നിലവിളക്കോ ഒരുക്കാൻ.